അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു 15 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം മെൽട്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 1 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കുന്നത്. ഇനി പെട്ടെന്ന് പുഡിംഗ് സെറ്റായി കിട്ടണം, അല്ലെങ്കിൽ നല്ല പീസായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 15 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത സ്ഥാനത്ത് ഒരു 20 ഗ്രാം ചൈന ഗ്രാസ് വേണ്ടി വരും. ഇനി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അത്യാവശ്യം വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് മിൽക്ക്, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിലേക്ക് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. 397 ഗ്രാം വരുന്ന 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കുക. ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സിൽ ഒരുപാട് മധുരം മുന്നിൽ നിൽക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറി ക്രഷ് അതുപോലെ തന്നെ പിസ്തയുടെ ഒക്കെ റെഡിമെയ്ഡ് ക്രഷ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ പാലിൻ്റെ കൂട്ട് തിളപ്പിച്ചെടുക്കാം. പാല് തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ ചെറിയ തീയിൽ ചൈന ഗ്രാസ് കൂടെ വെച്ച് കൊടുക്കുക. ആ കുതിർക്കാനായിട്ടുള്ള വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതും മെൽട്ടാക്കി എടുക്കാം. പാലിൻ്റെ മിക്സ് ഇളക്കി കൊടുക്കേണ്ട കാര്യം മറക്കരുത്. കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പാലും കണ്ടൻസ്ഡ് മിൽക്കും ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പാലിൻ്റെ കൂട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന ഗ്രാസിൻ്റെ കൂട്ടും നന്നായിട്ട് അത്യാവശ്യം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചൈന ഗ്രാസിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടിനും ഒരേ ചൂടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന സമയത്ത് ചൈന ഗ്രാസ് ചെറിയ ചെറിയ തരികളായിട്ട് കാണാം. അത് കുഴപ്പമില്ല, കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ അത് മെൽട്ട് ആയിക്കോളും. ഇനി ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവും. ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി പാലിൻ്റെ മിക്സ് കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് മിക്സായി ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാലും ഒരു 3-4 സെക്കൻഡ് കൂടെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. കാരണം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ല ചൂടുണ്ടാവുമല്ലോ പാത്രത്തിന്. ഇനി ഇതിപ്പോൾ 2 ടേസ്റ്റിലുള്ള പുഡിംഗ് ആയിട്ടാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പാത്രത്തിലേക്ക് പകുതി എടുക്കുന്നുണ്ട്. 2 ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ പുഡിങ്ങിന് ഫ്ലേവർ കൊടുക്കുന്നത് പിസ്ത ഫ്ലേവറാണ് കൊടുക്കുന്നത്. മറ്റേത് നമ്മൾ സ്ട്രോബെറി ഫ്ലേവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിസ്ത എസൻസും സ്ട്രോബെറി എസൻസും ഒക്കെ. അപ്പോൾ ആദ്യത്തെ പിസ്ത എസൻസ് ചേർക്കുന്ന സമയത്ത് ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ എസൻസും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ചേർക്കണ്ട. ഒരുപാട് എസൻസ് കൂടി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ. ലൈറ്റ് ഫ്ലേവർ മതിയാകും. രണ്ടും മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്ന പിസ്ത സിറപ്പ് അല്ലെങ്കിൽ പിസ്ത ക്രഷ് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ഒക്കെ ക്രഷ് വാങ്ങിക്കാൻ കിട്ടും. മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ അത് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളൊരു ഈസി പുഡിംഗ് ആയിട്ട് ഫംഗ്ഷനൊക്കെ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കണം. കൂടുതൽ അളവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമാണ്. അങ്ങനെ വേണ്ടിയിട്ട് മാത്രമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിസ്ത അരച്ചിട്ട് ചേർക്കുക അല്ലെങ്കിൽ സ്ട്രോബെറി അരച്ചിട്ട് ചേർക്കാം. അത് വേറൊരു വേർഷനാണ്. പക്ഷേ ഇത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രഷ് എടുക്കുന്ന സമയത്ത് ഒരുപാട് വേണ്ട, ഒരു 1-2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവട്ടെ. ഒരു 1/2 ലിറ്റർ പാലിലേക്ക്. കാരണം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. റെഡിയാക്കിയിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിക്കാം. കാരണം ഇനി കമിഴ്ത്തി എടുക്കുന്നോ അങ്ങനെയൊന്നുമില്ല. ഇതിൽ തന്നെ ഡയറക്റ്റ് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഈ പുഡിങ്ങിൻ്റെ കൂട്ട് കാണുന്ന സമയത്ത് ഇതിൽ ചെറിയ ചെറിയ തരികൾ, ചൈന ഗ്രാസിൻ്റെ തരികൾ കാണുന്നുണ്ടാകും. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാല് പിരിഞ്ഞതല്ല അത്. ചൈന ഗ്രാസിൻ്റെ തരികൾ ഉണ്ടെങ്കിലും സെറ്റ് ആവുകയൊക്കെ ചെയ്യും. പിന്നെ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇടയ്ക്ക് കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും. ഇനി ഇതൊരു 5-6 മിനിറ്റ് ഇവിടെ തന്നെ വെക്കാം. ഫ്രിഡ്ജിലേക്ക് ഇപ്പോൾ വെക്കണ്ട, ഒന്ന് ചൂടാറട്ടെ. പിന്നെ അതുമല്ല, പകുതി ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് അലങ്കരിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ചെറിയ പത കാണുന്നുണ്ടല്ലോ, അതങ്ങ് എടുത്ത് മാറ്റി കളയുക. ഈ സ്റ്റേജിൽ എടുത്ത് മാറ്റി കളയുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാനത് ചെയ്യാൻ വിട്ടുപോയി വീഡിയോ എടുക്കുന്ന തിരക്കിൽ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് പുഡിങ് സെറ്റായി വരുന്ന സമയത്ത് ഫിനിഷിങ്ങിൽ ചെറിയൊരു പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പത ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ട് അതങ്ങ് എടുത്ത് മാറ്റി കളയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് കഴിയട്ടെ.
പുഡിങ്ങിൻ്റെ മുകളിൽ ഇടാനായിട്ട് ഞാൻ കുറച്ച് പിസ്ത, ബദാം, അതുപോലെ തന്നെ ഒരു ഇത്തിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ കുറച്ച് ചെറിയാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ശരിക്കും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടി മാത്രം ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരുപാടൊന്നും വേണ്ട. പിന്നെ പിസ്ത, ബദാം എന്നൊന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ കയ്യിലുണ്ടാവുന്നതല്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് പുഡിങ് ഭംഗിയാക്കാൻ, അത് അലങ്കരിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇന്ന സാധനം വേണമെന്നൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു അളവുമില്ല. ക്യാരറ്റ് ചെറിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്ന സമയത്ത് താഴത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ ആവുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇടുന്നത് മുഴുവൻ താഴേക്ക് പോകും. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞ് ഫുള്ളായിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഇതുപോലെ അലങ്കരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിക്ക് കിട്ടില്ല. അപ്പോൾ ഒരു പകുതി സെറ്റാവുന്ന സമയത്ത് വേണം കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ. 2 പുഡിങ്ങിലും കുറച്ച് ബദാമും പിസ്തയൊക്കെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറി എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ പിസ്തയുടെ പുഡിങ്ങിൽ മാത്രമേ ചെറി ഇട്ട് കൊടുക്കുന്നുള്ളൂ. സ്ട്രോബെറി പുഡിങ്ങിലേക്ക് ഞാനിപ്പോൾ ചെറി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. സ്ട്രോബെറി പുഡിങ്ങിലേക്ക് കുറച്ച് കളർഫുള്ളിന് വേണ്ടിയിട്ട് ട്യൂട്ടി ഫ്രൂട്ടി ആദ്യം പറഞ്ഞതുപോലെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ച് സെറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഫ്രീസറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. പുഡിങ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. താഴത്തെ തട്ടിലൊക്കെ തന്നെ വെച്ചാൽ കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. 1-2 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ വേണ്ടി ഒരു സെറ്റായി കിട്ടാൻ. ചൈന ഗ്രാസിൻ്റെ അളവിനനുസരിച്ചിട്ട് സെറ്റായി വരുന്ന സമയത്തിലും വ്യത്യാസം ഉണ്ടാവും. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ പിസ്തയുടെ എസെൻസ് എവിടെയാണ് കിട്ടുക, അതൊന്ന് പരിചയപ്പെടുത്തണം എന്നുള്ളത്. ഞാനിപ്പോൾ ഈ പിസ്ത എസെൻസ് വാങ്ങിച്ചിട്ടുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. പിസ്ത എസെൻസും അതുപോലെ തന്നെ സ്ട്രോബെറി ക്രഷും പിസ്ത സിറപ്പും എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. വളരെ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ നാട്ടിലാവുന്ന സമയത്ത്. ഇവിടെ എസെൻസ്, പിസ്തയുടെ എസെൻസ് എന്തായാലും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, ഒരുപാട് നോക്കിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. പിന്നെ സിറപ്പ് അതുപോലെ തന്നെ ക്രഷ് കാര്യങ്ങളൊക്കെ ഇവിടെയും കിട്ടും. അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ, കുറേ ആളുകൾ ചോദിച്ചതുകൊണ്ട്. ഇപ്പോൾ നമുക്ക് വലിയൊരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഒരു മിൽക്ക് പുഡിങ്, ചൈന ഗ്രാസ് വെച്ചിട്ട് ഒരു പുഡിങ് മിക്സ് ഉണ്ടാക്കിയിട്ട് അത് തന്നെ പല കളേഴ്സിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എളുപ്പമായിട്ട് കഴിയും. കാരണം റിസ്ക് ഇല്ലാത്ത പുഡിങ്ങാണല്ലോ നമുക്ക് ഫംഗ്ഷനൊക്കെ വേണ്ടി വരിക. അപ്പോൾ അതിന് പറ്റുന്ന ഏറ്റവും നല്ലതാണ് പിസ്ത ക്രഷ് അല്ലെങ്കിൽ പിസ്ത സിറപ്പ് അല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു 3 മണിക്കൂർ പുഡിങ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ആ ഒരു പാല് മിക്സ് ഒഴിച്ച സമയത്ത് ഒരു പത വന്ന കാര്യം, അതുകൊണ്ടാണ് കാണുന്ന സമയത്ത് അത്രയ്ക്ക് ഫിനിഷിങ് ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കഴിക്കാനും എടുക്കാനൊക്കെ എളുപ്പത്തിൽ കിട്ടും. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്